പൊതുവേ ഉള്ള ഒരു ആധ്യാത്മിക ചോദ്യം എന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആധ്യാത്മികമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അല്ലാത്തവരും ഈ ലോകത്ത് വളരെ സുഖമായി തന്നെ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതാണ് വളരെ സാധാരണഗതിയിലുള്ള ചോദ്യം. ശ്രീമദ് ഭാഗവതത്തിൽ കുന്തി ദേവിയുടെ പ്രാർത്ഥനയിൽ ഇതിന് മറുപടി പറയുന്നുണ്ട്. ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ, ലൗകികമായി നോക്കിക്കഴിഞ്ഞാൽ, ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭീർ ഏധമാന മതഃപുമാൻ നൈവാർഹതി അപിധാത്തും വൈ ത്വാം അകിഞ്ചന ഗോച്ചരം. ജന്മ ഐശ്വര്യ ശ്രുതശ്രീ, നമ്മൾ ജന്മം കൊള്ളുന്ന കുടുംബം, സമ്പത്ത്, പിന്നെ ആരോഗ്യം, കീർത്തി, ഇത് നാലിലുമാണ് കർമ്മത്തിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇത് നാലും തികച്ചും ഒരു വ്യക്തിയുടെ കയ്യിലില്ല. നമ്മുടെ കഴിവനുസരിച്ചല്ല ഇത് നാലും നടക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ ഇന്ന കുടുംബത്തിൽ ഞാൻ ജനിക്കണം? ജനന മരണം നമുക്ക് തീരുമാനിക്കാനേ പറ്റില്ല. എനിക്ക് വന്നിട്ട് അടുത്ത ജന്മത്തിൽ ഒരു സിനിമാ നടൻ്റെ, ഫേമസ് നടൻ്റെ വീട്ടിൽ പോയി ജനിക്കണം എന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ജന്മം. അതേപോലെ എത്ര സമ്പാദ്യം, എങ്ങനത്തെ ഐശ്വര്യം എനിക്ക് ഉണ്ടാകണം, എന്തുമാത്രം ആരോഗ്യമുണ്ടായിരിക്കണം എനിക്ക്, ഞാൻ എത്രയ്ക്കും ഫേമസ് ആവണം, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. അസുഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഹെൽത്തൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ആ വ്യക്തി അടുത്ത ദിവസം രാവിലെ ചെന്ന് ഉറങ്ങുന്നു, കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എണീക്കുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞു. അത് നമ്മുടെ കയ്യിലില്ല. ഈ ലൈഫിൽ എത്ര കാശുണ്ടാക്കണം പലരും ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ അതും നമ്മുടെ കയ്യിലില്ല. ജനനം നമ്മുടെ കയ്യിലില്ല. എത്ര നമുക്ക് ഫേമസ് ആവണം അതും നമ്മുടെ കയ്യിലില്ല. ഈ കാര്യങ്ങളിലാണ് ജന്മം, ഐശ്വര്യം, കീർത്തി, ആരോഗ്യം, ഇതിലാണ് ഒരു വ്യക്തിയുടെ കർമ്മം സ്വാധീനിക്കുന്നത്, കർമ്മഫലം സ്വാധീനിക്കുന്നത്. പൂർവജന്മ കൃതം പാപം, മുൻജന്മങ്ങളിൽ നാം ചെയ്ത പാപം വ്യാധിരൂപേണ അസുഖങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളും. ഇതൊന്നും തികച്ചും നമ്മുടെ കയ്യിലില്ല. പല രീതിയിലാണ് ഇത് നമ്മളെ സ്വാധീനിക്കുന്നത്. ഇതൊന്നും തികച്ചും നമ്മുടെ കയ്യിലല്ല. അപ്പോ കർമ്മഫലം ഇത്തരം കാര്യങ്ങളിലാണ് സ്വാധീനിക്കുന്നത് എന്ന് പൂർണ്ണമായും ശാസ്ത്രങ്ങൾ പറയുന്നു. നിസ്വാർത്ഥനായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കർമ്മം അയാളെ ബാധിക്കത്തില്ല. പുരാണങ്ങളിൽ പറയുന്നു, കർമാണി നിർദഹതി കിന്തുച ഭക്തിഭാജാം. ഭക്തിയോട് ഗോവിന്ദനെ ഭജിക്കുന്ന ഒരാൾക്ക് കർമ്മം പൂർണ്ണമായിട്ടും അയാൾക്ക് കർമ്മത്തിനെ കത്തിച്ച് കളയാൻ സാധിക്കും എന്നാ പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ തന്നെയുണ്ട്, ഇന്ന് കാലത്ത് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടായിരിക്കും, ഹെൽത്ത് കോംപ്ലിക്കേഷൻ. ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചു വന്നതല്ല, നമ്മൾ ആരും ഇത് മുൻകൂട്ടി കരുതിയതുമല്ല. പക്ഷേ നല്ല ആരോഗ്യത്തോട് പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ ഒരു ദുരന്തമായി വന്ന് ഈ ഒരു ഹെൽത്തിൻ്റെ പ്രശ്നം വരാറുണ്ട്. ഇതെല്ലാം കർമ്മത്തിൻ്റെ സ്വാധീനമാണ്. അതുകൊണ്ട് ആരാണോ ഈശ്വരനെ നിരന്തരമായി ഭജിക്കുന്നത്,
ആരാണോ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെയൊക്കെ ജീവിക്കുന്നത്, ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള കർമ്മത്തിൻ്റെ ഇതും ഉണ്ടാകില്ല എന്നാണ് പറയും. ആ വ്യക്തിയെ ഭഗവാൻ പൂർണ്ണമായി സംരക്ഷിക്കും എന്നും പറയും.